സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ ഗെയിമർ. നിങ്ങൾ കണ്ടിരിക്കുന്ന പുതിയ വീഡിയോ ആണ്. ഞാൻ ഇന്ന് എത്തിയിരിക്കുന്ന മൈൻക്രാഫ്റ്റിന്റെ സർവൈവൽ സീരീസ് പാർട്ട് 23 ആയിട്ടാണ്. ആൻഡ് ലാസ്റ്റ് പാർട്ടിൽ നമ്മൾ പോയി വില്ലേജസിനെ പോയി പണി കൊടുത്തിട്ടാണ് നമ്മൾ വന്നത്. അവർക്ക് ഞാൻ കുറച്ച് സമയം ഇരിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് പറ്റുന്നില്ലായിരുന്നു. രാവിലെ തൊട്ട് ഞാൻ കുറേ നേരമായിട്ട് ഇങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിന്റെ പുറകിലായിരുന്നു കുറച്ച് നേരമായിട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് നമുക്ക് എന്തായാലും ആദ്യം അവിടേക്ക് ഒന്ന് പോവാം. അവിടെ എന്താ അവിടുത്തെ സ്ഥിതി എന്നൊന്നും അറിയണം. കാരണം അടിക്കാനാണെങ്കിൽ നമ്മൾ എല്ലാത്തിനും അടിച്ചിട്ട് വരത്തുള്ളൂ. 5 ഇതാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇല്ല, അത് പോയി കേട്ടോ, കുഴപ്പമില്ല. തൽക്കാലം നമുക്ക് പോയി ഒന്ന് അടിക്കുക, ചുമ്മാ ഒന്ന് നോക്കാം ആരെയൊക്കെ കൊണ്ടുവന്ന്. അപ്പോൾ വീഡിയോ കാണുന്ന ലൈക്ക് ചെയ്യാത്ത ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ യൂട്യൂബിലെ ലൈവൊക്കെ പോകാറുണ്ട്. അപ്പം മാക്സിമം ഞാൻ റീൽസിലും വരാൻ ശ്രമിക്കാറുമുണ്ട്. അപ്പം കാണാത്തവരാണെങ്കിൽ കാണുക, ലൈവിൽ കയറുക. 9 മണിയാണ് ഞാൻ ഇപ്പോൾ സമയം വെച്ചിരിക്കുന്നത്. 9 മണി ടു 11. ശനി ഞായറൊക്കെ ആണെങ്കിൽ 2:30 ആ സമയം വരിക്കും. വാലറൻറ്റും ഞാൻ ഗ്രൈൻഡ് പോയിട്ടില്ല കേട്ടോ, പോയിട്ടില്ല. വാലറൻറ്റ് ഞാൻ ഗ്രൈൻഡ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ GTA 5 RPയും കളിക്കാറുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഫസ്റ്റ് തന്നെ മറ്റേനെ അടിച്ചു തുടങ്ങാം. നെക്സ്റ്റ് വരട്ടെ, താഴത്തോട്ട് വരണം. വാ മറിയാൻ. ഞാൻ വലുതായിട്ട് ഒറ്റയടിക്ക് പോയി അടിക്കണേ. ചാവ ഇതിനെ പേടികളാ. ഓ കൊന്നണവന്. 8 റെഡ് സോൺ ജസ്റ്റ്. ആദ്യമായിട്ടാ ഞാൻ ഇവനെ കൊല്ലുന്നത്. കയറി എന്റെ അമ്മച്ചി. അവസാനം സെറ്റ് ബാബു. അവിടെ നമുക്ക് എന്തായാലും വേറെ എന്തെങ്കിലും പരിപാടിയാ. ഓക്കെ, നമുക്ക് തൽക്കാലം ഇവിടെ ഒന്ന് കിടന്നുറങ്ങാം. ഫർണസില്ല ഇവിടെ നിന്ന് കുറച്ച് കുക്ക് ചെയ്യാൻ വെച്ചിട്ടെ. ഓക്കെ, കോഴിയൊക്കെ ബെഡിൽ കയറിയ മുട്ടയിടുന്നു. ഓക്കെ, അപ്പോ ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ നമുക്ക് എന്തായാലും ബാമ്പു തപ്പാൻ പോവാം. കാരണം എൻ്റെ കയ്യിൽ കുറച്ച് ബാമ്പു വേണം, അത്യാവശ്യമാണ്. നമുക്ക് അതിന് വേണ്ടി ആദ്യം എന്താ വേണ്ട, ഒരു ബോട്ട് വേണം. എൻ്റെ ബോട്ട് ഇല്ലായിരുന്നോ? ഇല്ല, ബോട്ട് വേണം. ബോട്ടിന് ഇവൻ ഇവിടെ കിടക്കട്ടെ, ഇവൻ നമ്മൾ പല ഇവിടെ എടുക്കുന്നില്ല. നമുക്ക് അവിടെ പോയി ഒരു ബോട്ട് ക്രാഫ്റ്റ് ചെയ്യാം. ഇവിടെ എന്തുവാ? ഞാൻ ഇവിടെ നേരെ അങ്ങോട്ടേക്ക് പോവാട്ടോ. ഓക്കെ, എന്താ വെള്ളത്തിൻ്റെ എനിക്ക് ഇതിന്റെ ഷെയ്ഡ് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു പോയി. ഞാൻ ഷെയ്ഡ് മാറ്റുന്നേ ഇല്ല, പറഞ്ഞാലും ഞാൻ മാറ്റത്തില്ല. നോക്കൂ, ഞാൻ അങ്ങോട്ടേക്കാട്ടാ പോണം. ഞാൻ ഇതെന്തൊരു അത് തന്നെ പോർട്ടൽ തന്നെ ആണ്, പക്ഷേ ചെസ്റ്റില്ല. ഓ വലിച്ചോണ്ട് വന്നു. പോർട്ടലാണ്, പക്ഷെ ചെസ്റ്റ് ഇല്ല ഇവിടെ. എന്തൊരു വൃത്തിയുടെ പരിപാടിയാ. വീണ്ടും സാൻഡും ടോട്ടൈസ്. ആമ ഉണ്ട് ഇവിടെ. ആമ എടുത്തോണ്ട് പോയാലോ? ഒരു ആമയും വണ്ടി കയറ്റാം, നമ്മളോട് ഇട്ടേക്കാം. ഇത് ആമയല്ലേ ഇത്? ഒരുപാടുണ്ടല്ലോ ആമ. ഹായ്. നല്ല ക്വാളിറ്റി ആമയ്ക്ക്. ഇതിൽ ഒത്തിരി തള്ളിക്കട്ടോ ഇതിനകത്തേക്ക്. അങ്ങോട്ടോ പോട്ടോ. ഈസി ബാബോ. നല്ല ഇതാട്ടോ ഇത്. ഇതൊന്നും നിങ്ങൾ നോക്ക്, കണ്ട എങ്ങനെ ഉണ്ടെന്ന് പറ. ഒരു ക്വാളിറ്റി ഒഴിക്കും, എല്ലാത്തിൻ്റെയും ഒരു റിയാലിറ്റി ഉണ്ട്. വെള്ളത്തിനും ആ റിഫ്ലക്ഷനും ഒക്കെ ആയിട്ട് വരുമ്പോ ഇതിപ്പോ ഇവിടെ വില്ലേജ് ഇരിക്കട്ടെ. ഓക്കെ, തൽക്കാലം നമുക്ക് ഇവിടെ ഈ വീട്ടിലെ പുള്ളിക്കാരൻ എഴുന്നേപ്പിച്ചിട്ട് അറിയട്ടെ. ഓക്കെ, നമുക്ക് നമ്മുടെ ബോട്ടും എടുത്ത് അമ്മയും പിടിച്ചോണ്ട് പോവാം. എന്നിട്ട് അത്യാവശ്യമുള്ള ഫുഡുമായി ഇനി നമുക്ക് നേരെ ഇങ്ങോട്ടേക്കൊന്ന് പോയി നോക്കാം. ഞാൻ എന്തായാലും തപ്പി കണ്ടുപിടിക്കട്ടെ. നോക്കിയേ, ഏതാ അതൊക്കെ?
അപ്പൊ നമുക്കെന്താണ് നമ്മുടെ സ്ഥലത്തൊക്കെ തിരിച്ചു പോകണതാണ് നല്ലത്. പക്ഷെ എന്നിട്ട് ഞാൻ എന്തായാലും തിരിച്ചെത്തട്ടെ. എന്നിട്ട് നമുക്ക് പയ്യെ ജംഗിളൊക്കെ പോവാം. കാരണം ഇവനെ വെച്ചുകൊണ്ട് ഈ വെള്ളത്തിൽ കൂടെ പോകണം ഭയങ്കര റിസ്ക്കാ. അല്ലെങ്കിൽ ഈ വഴി പോണ വഴി എവിടെയും കിട്ടുവാണെന്ന് നോക്കാം. ഞാൻ എന്തായാലും കംപ്ലീറ്റ് തപ്പി നോക്കട്ടെ. ഓക്കെ, ഏതൊരു മലമുകളിലാകട്ടെ. ഞാനിപ്പം വില്ലേജ് ആണല്ലോ ഇവിടെ. അവിടുത്തെ പോർട്ടലിലേ ഉണ്ട്. പോർട്ടലിൽ കയറാൻ വേണ്ട. ശരി, ഒതുങ്ങിയൊക്കെ ഇരുന്നൂടെ അമ്മയ്ക്ക്? ഓക്കെ, ഇനി ഇവിടെ ചെസ്റ്റ് ഉണ്ടാവണം എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഉണ്ട്. ഇതൊക്കെ എന്തൊരു ഗോൾഡൻ നഗറ്റ്സ് 31 ലോഡ് സ്റ്റോൺ എടാ, മറ്റേ റീസ്പോൺസ് ഇട്ടത് അല്ലേ? അതല്ലേ ഇത്? അത് തന്നെ. ഈ സാധനം വെച്ചാണ് എനിക്ക് അയൺ ബക്കസ് പൊട്ടണേ. ദൈവമേ, കിട്ടി, സാധനം കിട്ടി. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. അതായത് സിൽട്ടച്ചാ, അതിന്റെ സിൽട്ടച്ചൊക്കെ ഏതാ സെറ്റ് ഉപകാരം ഉണ്ട്. കിട്ടിയ സാധനം അല്ല, തപ്പിയ സാധനം കിട്ടിയില്ലെങ്കിലും ആവശ്യമുള്ള സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇപ്രാവശ്യം. ഗൈസ്, ഈ ലോഡ് സ്റ്റോൺ എന്ന് വെച്ചാ നമ്മുടെ ഇതില്ലേ, നമ്മള് നെതറിൽ പോകുമ്പം റീസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്യാം. നമുക്ക് അവിടെ ബെഡ് വെച്ചാൽ ബെഡ് അല്ല, ആ സ്ഥലം പൊട്ടിപ്പോവും, ബ്ലാസ്റ്റ് ആവും. ഇവിടെയൊക്കെ കയറായിരുന്നല്ലേ? പക്ഷെ വേണ്ട, കുഴപ്പമില്ല. എനിക്ക് ഇതിന്റെ കോർഡിനേറ്റ്സ് ഒന്ന് എടുത്ത് വെച്ചേക്കട്ടെ. കോർഡിനേറ്റ്സ് എടുത്ത് വെക്കാം. അപ്പം ഈ നെതറൈറ്റിലൊക്കെ പോകുമ്പം നമ്മള് പോണ സ്ഥലത്ത് ബെഡ് വെക്കാൻ പറ്റില്ല. ബെഡ് വെക്കാൻ വേണ്ടിയുള്ള സാധനമാണ് ഇത്. ബെഡിന് പകരം, അതായത് ഇതിനകത്ത് എന്തോ ഒരു വേറൊരു സംഭവം കൂടെ വെച്ച് കഴിഞ്ഞാൽ ബെഡ് വെക്കാം. എന്തോ ഒരു, എനിക്കൊന്ന് ഇതാണെന്ന് തോന്നുന്നു, ക്രൈങ് ഒബ്സിഡിയൻ അങ്ങനെ പേര് സാധനമില്ലേ, ആ സാധനമാണെന്ന് തോന്നുന്നു. അയ്യോ, ഇപ്പൊ ഞാൻ കയറുവാണല്ലോ. ഇങ്ങോട്ടേക്കാണ് വഴി. നമ്മുടെ ഇവിടെയായിട്ട് നമുക്ക് ബോട്ട് അടുപ്പിക്കാം. ഇവിടെ ആരും ഇല്ലാന്നുള്ള പ്രതീക്ഷയിൽ നമുക്കിവിടെ ബോട്ട് അടുപ്പിക്കാം. നമുക്ക് നേരെ ആദ്യം ഇവിടെ കിടന്ന് ഇറങ്ങിയാൽ പോരെ. സെറ്റ്. എൻ്റെ അമ്മച്ചി, ഫൈനലി നമ്മൾ നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അയ്യോ, ഇനിയിപ്പം നേരെ പോയിട്ട് നമുക്ക് ഇനിയിപ്പം നേരെ, ഞാൻ എന്തായാലും ഇനിയിപ്പം നേരെ സൂപ്പർ ഇവിടേക്ക് ഇറങ്ങാം. അടുത്ത മണ്ടൻ മാർ. സോറി, നോട്ട് നൗ. ഇപ്പം എന്തായാലും വേണ്ട, ഒരു പുറകെ വരുന്നുണ്ടല്ലേ. ഓക്കെ, ഞാൻ എന്തായാലും നമ്മുടെ ബേസിലെത്തി. ജസ്റ്റ് ഒന്ന് ബെഡ് ഒട്ടിക്കുക, കുഴപ്പമില്ല. നമുക്ക് ഇവിടെ ഉള്ള ഒരു ബെഡ് ഓരോ ഉണ്ടാക്കിക്കൊണ്ട് പോവാം. അപ്പോൾ നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് പോയിട്ട് കാര്യമില്ല എന്നൊരു ഉറപ്പിക്കാമെന്ന് തോന്നുന്നു. നമുക്ക് ഒന്നുകൂടെ ജസ്റ്റ് നോക്കാം. നമുക്ക് ഞാനിപ്പം തപ്പി കണ്ടുപിടിക്കാം. ഞാൻ എന്തായാലും ഇവിടെ സ്പോൺ ഒന്ന് സെറ്റ് ചെയ്തേക്കാം. ഓക്കെ, റീസ്പോൺ പോയിന്റ് സെറ്റ്. കുതിര തൽക്കാലം എടുക്കുന്നില്ല. എന്തായാലും ഞാനിപ്പം ഇവിടെ പോയിട്ടൊന്ന് തപ്പി എടുക്കട്ടെ ഗൈസ്. തപ്പി എടുത്തിട്ട് ഞാൻ വരാം. സോ ഗൈസ്, ഞാൻ അങ്ങനെ തപ്പി വന്നപ്പോ കുറെ വെള്ള കുതിരകളെ കണ്ട നൈസായിട്ടുണ്ട് ഗൈസ്. അത് കാരണം ഞാൻ റെക്കോർഡ് ചെയ്യാൻ വിചാരിച്ചിട്ടാണ്. അതിപ്പോ നമ്മളിപ്പോ പോണെന്ന് വെച്ചാൽ നമ്മുടെ മറ്റേ ഇപ്പോഴത്തെ നമ്മളിപ്പം വില്ലേജസ് ഉള്ള വില്ലേജ് അല്ല, അതായത് കഴിഞ്ഞ ദിവസം വില്ലേജസ് അറ്റാക്ക് ചെയ്ത വില്ലേജ്, ആ ഒരു സ്ഥലത്തിന്റെ ബാക്ക് സൈഡിലേക്കാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഉറപ്പിച്ചു ഇത് ജംഗിളാണ്. കാരണം ഇവിടം ഇത്രയും ഭാഗത്തും ഇതുണ്ട്, അത്രയും ഭാഗത്തും ഇതുണ്ട്. അതായത് ഇങ്ങനെ നിവർന്ന് കിടക്കും അത്. അപ്പം ഇത്രയും വലുത് കാട ഉണ്ടാക്കുന്നു. വളായാൽ മതിയായിരുന്നു. തൽക്കാലം ഇവിടെ കിടക്കാം. അടുത്ത ദിവസം തീരാറായി. നമ്മൾ അടുത്ത ദിവസം നമ്മൾ തീർത്തിട്ടുണ്ട്. ഇത്ര ഞാൻ ഇറങ്ങിയല്ലേ. ഇവിടെ ഞാൻ വന്നു കഴിഞ്ഞാൽ മിനിമം 4 സ്റ്റാക്ക് എടുക്കാണ്ട് ഞാൻ പോകത്തില്ല. ഇൻ കേസ് കിട്ടുവാണെങ്കിൽ ഞാൻ 4 സ്റ്റാക്ക് എടുക്കാണ്ട് പോകത്തില്ല, ഉറപ്പാണത്. അവിടെ ഇത് ജംഗിളല്ലേ? ഇത് വള്ളിയൊക്കെ ജംഗിളാണ്. സർപ്പാസ് ജംഗിൾ ഇവിടെ കാണേണ്ടതാണ്. കാരണം ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ ഞാൻ മറ്റേ അയ്യോ എന്റെ അമ്മച്ചി, വാട്ടർമെല്ലും. എന്റെ ദൈവമേ, എനിക്ക് രോമാഞ്ചം വരുന്നു. എനിക്ക് എത്ര നേരം എന്നറിയാവാ. ഞാൻ റെക്കോർഡ് ചെയ്യുന്ന 10:30, മണി 12:45. അത്ര നേരം ഞാൻ കറങ്ങിക്കൊണ്ടിരിക്കുക.
എന്റെ അമ്മേ. ഇതൊക്കെ കിടക്കട്ടെ, കൈ കിടക്കട്ടെ. ഇനി ഞാൻ എടുത്ത് വേളയാണ് കംപ്ലീറ്റ് മിനിമം. ഞാൻ പറഞ്ഞേ എന്റെ ഈ കയ്യിലെ സ്റ്റാക്കിൽ ഇതൊക്കെ എടുത്ത് കളയട്ടെ. ഇവന്റെ സാപ്ലിങ് വീച്ചിടുന്ന ഇല്ലാത്ത സാധനമാണല്ലോ. ഇതൊക്കെ പിന്നെയും കിട്ടും. ഈ സാധനമുള്ള ഞാനൊരു മിനിമം ഞാൻ പറഞ്ഞില്ലേ ഒരു 4 സ്റ്റാക്കെങ്കിലും ഞാൻ എടുത്തിരിക്കും. പൊട്ടിച്ചിട്ടേ പോകത്തുള്ളൂ. എന്റെ അമ്മ, ഇത് ഞാൻ കംപ്ലീറ്റ് എടുക്കും ഉറപ്പാണ്. എനിക്ക് എന്റെ കൈ നിറയണവരെ ഞാൻ എടുക്കും. പറഞ്ഞാൽ 64 വരെയൊക്കെ ഉള്ളൂല്ലോ. ഒരു സ്റ്റാക്ക് മുഴുവൻ കൊള്ളൂല്ലേ. കംപ്ലീറ്റ് വെട്ടി എടുത്തിട്ട് വയ്ക്കലാം. ഇവിടെ പാണ്ടണ്ട, അവനെ കൂടെ കൊണ്ടുപോകണം. സോ ഗൈസ്, ഇനി ഞാൻ ഇതൊക്കെ ഒന്ന് കളക്ട് ചെയ്യട്ടെ. എന്നിട്ട് ഞാനിത് കംപ്ലീറ്റ് കളക്ട് ചെയ്തിട്ട് ഇത്ര മതി. ശരി, ഇത്ര മതി, ഓവറാകണ്ട. എൻ്റെ അവിടെ താഴെ കൊക്കോ ആണ് തോന്നുന്നത്, അല്ല പന്നി, അത് തവളയൊക്കെ ഉണ്ട്. തൽക്കാലം നമുക്ക് ഇത്ര മതി. ഞാൻ എന്തായാലും കുറച്ച് നമുക്കിപ്പോൾ ആയില്ലേ, ഇത്ര ആയില്ലേ, ഇത് വെച്ച് നമുക്ക് തൽക്കാലം തിരിച്ചു പോവാം. ഇത് കിട്ടാണ്ടല്ലോ. തിരിച്ചു പോയി വീട്ടിലെത്തിയിട്ട് വരാം കേസ്, അതാണ് നല്ലത്. ഇല്ലെങ്കിൽ ഞാൻ ഇനിയിപ്പോൾ നിങ്ങൾ ഇത് കണ്ടിന്യൂ ബോറടിപ്പിക്കുന്നില്ല. ഞാൻ മാക്സിമം വീട്ടിലെത്തിയിട്ട് വരാം. സോ ഗൈസ്, അപ്പം നമുക്ക് നമ്മുടെ പരിപാടിയൊക്കെ നമ്മൾ അത്യാവശ്യം തീർത്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ സംഭവം നമ്മൾ ചെയ്തിട്ടുമുണ്ട്. ഓക്കെ, ഇനിയിപ്പം അടുത്ത വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ ഞാനവിടെ ഒരു മോപ്പ് ഫാം, മറ്റേ XP ഫാം ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അവിടെ സാധനമൊക്കെ ഞാൻ കാണിച്ചു തരാം. സാധനമൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം അതിന് നമുക്ക് വേണ്ടതാണ് സ്കഫ്. അപ്പം അതിന് കുറച്ച് പരിപാടി, അതായത് ഈ സ്കഫ് ഹോൾഡിങ് എടുക്കാൻ വേണ്ടി ലേശം ഇപ്പോഴാണല്ലോ നമുക്ക് സാധനം കിട്ടിയത്. ബാമ്പു തപ്പി ആദ്യം ഈ ഒരു ഡയറക്ഷനിലേക്ക് പോയി, പിന്നെ അങ്ങോട്ട് പോയി, അങ്ങനെ രണ്ടിടത്ത് പോയപ്പോഴാണ് നമുക്ക് അവസാനം കിട്ടിയത്. തൽക്കാലം ഇത്രയൊക്കെ മതി. ബാബു ഇപ്പോൾ എന്തോ 11 സ്റ്റാക്ക് എങ്ങാണ്ട് നമ്മുടെ ഉണ്ട്. എന്നിട്ട് ഈ 11 സ്റ്റാക്ക് അല്ല, എനിക്കൊന്ന് 6 ബാമ്പുവും ഒരു സ്ട്രിങ്ങും വെച്ചാണ് നമുക്ക് ഇതുണ്ടാക്കാൻ പറ്റുന്നതെന്ന്, സ്കഫ് ഹോൾഡ്. ആൻഡ് നമുക്കൊരു 2 സ്റ്റാക്കോളം നമുക്ക് ആവശ്യമുണ്ട്. നമ്മുടെ ഇതിന് വെക്കാം. നമുക്ക് മറ്റേ ഫാം സെറ്റ് ചെയ്യാം. ഇതിൻ്റെയും ഫാം സെറ്റ് ചെയ്യാം, ഷുഗർ കെയിൻ ഫാം സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇത് സെറ്റ് ചെയ്യണം, നമ്മുടെ ബാമ്പു ഫാം. കാരണം ബാമ്പു ഇല്ലാണ്ടൊരു പരിപാടി നടക്കൂല. നമുക്ക് കുറച്ച് വുഡിൻ്റെ പരിപാടിയൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. അതായത് മറ്റേ കോൾ ഫാമിന് വേണ്ടിയുള്ളത്. നിങ്ങൾ ഓൾറെഡി അത് കണ്ടിട്ടുണ്ടാവും. ഞാൻ കാണത്തിലാണെങ്കിൽ ടൂറിൽ പോയി കാണുക, എങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ ഫാം സെറ്റ് ചെയ്യുന്നതൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടാവും. എനിക്ക് ആവശ്യമുള്ളതൊക്കെ ഞാൻ ആദ്യമേ എൻ്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ഇടും, എന്നിട്ട് ഞാൻ ചെയ്യത്തുള്ളൂ. എന്താ ഞാൻ ഇപ്പം നമുക്ക് ചെയ്യാൻ പോകുന്ന സ്ഥലം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ആലോചിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഇതുണ്ടല്ലോ, മോക്ക് ഫാം, XP ഫാം നമുക്ക് ഇവിടെ ഉണ്ടാക്കാം. ഈ ഏരിയയിൽ XP ഫാം ഉണ്ടാക്കണം. അപ്പം ഈ XP ഫാം ഉണ്ടാക്കാനുള്ള സാധനം ഞാൻ അവിടെ എടുത്ത് വെച്ചോണ്ടാണ് ഇത്രയും എനിക്ക് ആവശ്യമുള്ള സാധനമൊക്കെ എടുത്തു. ഈ സ്കഫ് ഹോൾഡിങ്ങും വെള്ളം കൂടെ വെച്ചാൽ മതി. പിന്നെ എന്തോ വേണ്ടത് നമുക്ക് കുറച്ച്, പിന്നെ വേറെന്തോരും വേണോ? സ്ലാബും ഇതൊക്കെയാണ് വേണ്ടത്. ഇത്രയും കോബ്ൾസ്റ്റോൺ വെച്ചൊക്കെയാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പം ആവശ്യമുള്ള സാധനമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് എന്നിട്ട് ഇവിടെ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇതിന്റെ ഫാം 2 സെറ്റ് ചെയ്യണം. അവിടെ തന്നെ കണക്ട് ആക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ഇതിവിടെ ഈ ഒരു സ്പേസ് കണ്ടോ നിങ്ങൾ, ഈ ഒരു സ്പേസ് ഒന്ന് കംപ്ലീറ്റ് ഒന്ന് അടച്ചിട്ടേ ഇത്രയും വെച്ച്, അതിന്റെ ആ ഒരു ലെവൽ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇതാണ്, അതല്ല ഇത് തന്നെയാണ് ഈ ഒരു ലെവല്. ഇതാണ് അതിന്റെ ലെവല് അല്ലേ? എന്തായാലും അതിന്റെ ലെവലില് എന്താന്ന് നോക്കി പറയാൻ, വാട്ടവർ, അതിന്റെ ലെവലില് നമ്മള് ക്ലിയർ ചെയ്തെടുക്കുന്നു. ഇതാണ് അതിന്റെ ലെവല്. അപ്പൊ ഈ ലെവല് നമ്മളത് കംപ്ലീറ്റ് ഫിൽ ഔട്ട് ചെയ്തിട്ട് ഡേർട്ട് വെച്ച് നമ്മൾ ഫിൽ ഔട്ട് ചെയ്യുന്നു. ഡേർട്ട് അല്ലെങ്കിൽ പ്ലാങ്ക്, എന്താണെന്ന് വെച്ചാൽ പ്ലാങ്ക് അല്ലോ, കോബിൾസ്റ്റോൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫിൽ ഔട്ട് ചെയ്തിട്ട് ഇത്രയും ഭാഗം, ഈ മുകളിൽ കിടക്കുന്ന കംപ്ലീറ്റ് ഭാഗങ്ങൾ ഞാൻ ക്ലിയർ ചെയ്ത് ഇവിടം വരെ ഞാൻ എന്തായാലും ക്ലിയർ ചെയ്യും. ഇവിടെ ഇരിക്കട്ടെ. അപ്പൊ ഇത്രയും ചെയ്യും ഞാൻ. ഇത് അടുത്ത വീഡിയോക്ക് തന്നെ ചെയ്യുന്ന എനിക്ക് ഉറപ്പൊന്നുമില്ല, കാരണം അറിയാമല്ലോ നമ്മള് എല്ലാം കൂടെ എനിക്ക് പറ്റുന്നില്ല. പക്ഷെ ഞാൻ ശ്രമിക്കുന്നുണ്ട് എല്ലാം ചെയ്യാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ലൈവൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ കാണുക. നമ്മൾ എല്ലാ ദിവസം ഞാൻ വരാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാലും എനിക്ക് തോന്നുന്നു 1-2 വെച്ചാണ് ഞാനിപ്പോൾ വരുന്നതെന്ന് തോന്നുന്നു. എനിക്ക് അറിഞ്ഞൂടാ. ശരിക്കും പറഞ്ഞ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് ഇന്ന് 7-ാം തീയതിയാണ് അല്ലേ? ഇന്ന് 6-ാം തീയതിയാണ്. അപ്പം ഈ വീഡിയോ വരേണ്ട എൻ്റെ ഓർമ്മയിൽ ജൂലൈ അവസാനമാണ്.
അപ്പം അങ്ങനെ നോക്കുമ്പം എന്തായാലും ലൈവ് വരുന്നുണ്ടാവും. മാക്സിമം ഞാൻ കൊണ്ട് ഇടേണ്ടതാണ്. വേറെ പ്രശ്നമൊന്നുമില്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഇടും. അപ്പോൾ എന്തായാലും അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ദാറ്റ് ബീങ് സെഡ്, ഇപ്പി ദ ഗെയിമർ സൈനിങ് ഓഫ്. ടാറ്റ, ബൈ ബൈ, സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.